വിശേഷം? നമ്മൾ ഇതേ നാട്ടിൽ ഇനി അധിക ദിവസമൊന്നുമില്ല, കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ അതിന് മുന്നുള്ള കുറച്ച് ദിവസങ്ങളുടെ കുറേ വീഡിയോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ പല സ്ഥലങ്ങളിലായി പല തരത്തിലായിട്ട് ചാവും ചിലപ്പോൾ എഡിറ്റ് ചെയ്തിടുക. എന്തായാലും നമ്മൾ നാട്ടിൽ നിന്ന് ഇനി ഒരു 2-3 ഡേയ്സും കൂടി ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരുന്ന് സുഖിക്കുകയാണ്. നല്ല സൂപ്പർ ചൂടാണ്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഹീറ്റ് വേവിൻ്റെ കളിയാണ്. പറഞ്ഞതൊക്കെ തിരിച്ചെടുത്തു നാട്ടിലത്ര ചൂടില്ല എന്നുള്ളത്. പക്ഷെ നല്ല ചൂടാണ് കേട്ടോ. മഴയൊന്നും പെയ്തിട്ടില്ല. മഴ പെയ്യാൻ പ്രാവശ്യം മഴയ്ക്ക് നമുക്ക് എന്താ പറയുക ഒരു കിട്ടാനൊരു ചാൻസ് ഇല്ല. അപ്പോഴേക്കും നമ്മൾ മെയിൽ വരുമ്പോൾ നല്ല മഴ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങൾ അല്ലേ. രാവിലെ ഇങ്ങനെ ഇരുന്ന് ഉമ്മറത്തിങ്ങനെ ഇരുന്ന് ചായ കുടിച്ച് അമ്മമ്മയുടെ വായന കേട്ട് ഇങ്ങനെ ഇരിക്കാം. ഇതാണ് ഇവിടുത്തെ റോക്കറ്റ് അടുപ്പ് അല്ലേ? അല്ല റോക്കറ്റ് അടുപ്പ് അല്ലേ? ഇത് പെട്ടെന്ന് കത്തും അല്ലേ? പെട്ടെന്ന് 2 കൊള്ളി ചോട്ടിലിടുന്നു. അതങ്ങനെ അതിന്റെ ഉള്ളിൽ കൂടെ ബർണർ പോലെ മേപ്പിട്ട് കത്തുന്നു. ഈ സമയത്ത് എല്ലാ വീട്ടിലും വളരെ അത്യാവശ്യമാണ്. കാരണം ഇപ്പൊ ഗ്യാസിന്റെ പ്രശ്നങ്ങളും ക്ഷാമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 20 മിനിറ്റേ വേണ്ടു. 10 ലിറ്ററിൽ വെള്ളമുണ്ട്. വെറും 10 ലിറ്റർ ഏകദേശം കാണുന്നത്. അതിപ്പോ ഒരു ചുരുങ്ങിയത് ഒരു 20 മിനിറ്റ് ഇതേ മാതിരി കണ്ട തളിച്ച് ഇങ്ങനെ തളിച്ച് നമ്മൾ ഗ്യാസിലുണ്ടാവില്ല. അതാണ് ഇതിന്റെ ഗുണം. ഇനിയുള്ള ഇതിലൊക്കെ റോക്കറ്റ് അടുപ്പൊക്കെ വെക്കാവും. നാട്ടിലാവുമ്പോ അതിന് സൗകര്യമുണ്ട്. നമുക്ക് അവിടെ അതിന് ഓപ്ഷനില്ല. ഇതേമാതിരി 2 കൊള്ളി വിറകെ വേണ്ടു. ഇതേമാതിരി 2 കൊള്ളി വിറക് വെച്ച് കഴിഞ്ഞാൽ എന്താ ഇതേമാതിരി 20 മിനിറ്റിൽ കാണാൻ ഇങ്ങനെ താളച്ച് പൊന്തി കാണും. അതാണ് ഈ അടുപ്പിന്റെ ഗുണം. നമ്മൾ കോവിഡിന്റെ ടൈമിൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലേ അച്ഛാ, നമ്മളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ കോവിഡ് ടൈമിലല്ലേ? ഇത് പല പ്രാവശ്യം ഉണ്ടാക്കി. അതിനാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ്. പക്ഷെ അന്ന് നമ്മൾ കോവിഡിന്റെ ടൈമിൽ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ പിന്നെയും രണ്ടാമത് ഇതിന് ഭയങ്കര ഡിമാൻഡായി തുടങ്ങി നാട്ടില്. എഡിറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ നല്ല പഴച്ചക്ക കഴിക്കാൻ നല്ല പഴച്ചക്ക അല്ല, അത് വരിക്കച്ചക്ക. ഭംഗിയും എഡിറ്റിങ്ങും. പക്ഷെ എന്താ വെച്ചാൽ എഡിറ്റിങ് നടക്കില്ല. കയ്യിൽ മുഴുവനായി പഞ്ചസാര പാവിലിട്ട് മുക്കിയ പോലത്തെ ചക്ക. എന്തൊരു മധുരല്ലേ! മധുരം കാരണേ ഷുഗറൊക്കെ ഉണ്ടെങ്കിൽ തലയ്ക്ക് അടിച്ചു പോകും. അമ്മാതിരി മധുരം. ഇത് വരിക്കച്ചക്കയാണ് അല്ലേ? 2 ദിവസം മുന്നേ ചക്ക വറുത്തു. പിന്നെ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കി. ഇപ്പൊ അത് കുറച്ച് പഴുത്ത് കഴിക്കണ മുഴുവൻ കഴിച്ചാൽ നന്നായി. പക്ഷെ നല്ല മധുരം കേട്ടോ. നല്ല എന്താ പറയാ, ഇങ്ങനെ പഞ്ചസാരയിൽ മുക്കിയ പോലെ ഉണ്ട്. രാവിലെ ഇതെല്ലാം കഴിഞ്ഞപ്പോഴും 10:45 ആയിട്ടുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും ഭയങ്കര അത്ഭുതം. ഇഷ്ടം പോലെ സമയമുണ്ട്. ഇഷ്ടം പോലെ അല്ലേ? ഇങ്ങനെ പറയണ്ടായിരുന്നു. ഉമ്മർത്തിങ്ങനെ ഇരിക്കുമ്പോ സമയം സ്ലോ മൂവിങ് ആണ് നാട്ടില്. രാത്രി ആയാലും അതെ, നമ്മളെല്ലാം വർത്താനം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് കിടന്നാലും 10 മണി ആയിട്ടുണ്ടാവും. മറ്റേത് പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ 12 മണി. ഫാസ്റ്റ് മൂവിങ് ആണ് മുംബൈ. നടന്നു പോയത് മാത്രം വൃന്ദാവന യാത്രയെ പറ്റിയിട്ട് പറയണ അമ്മമ്മ. എത്ര ദിവസം ഉണ്ടായിരുന്നു? 12. അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു? അനുഭവം അത് മറക്കാൻ വയ്യാത്തൊരു അനുഭവം തന്നെ. ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. തീരെ പ്രതീക്ഷിക്കാത്തൊരു അല്ലേ? മീൻസ് ഈ പ്രായത്തിൽ ഇത്ര ഫുള്ള് നടക്കും എന്നുള്ളതും പ്രതീക്ഷിച്ചില്ല. ഞാൻ പോകുന്നുള്ളതും പ്രതീക്ഷിച്ചിട്ടില്ല. ഗോവർദ്ധന പറഞ്ഞല്ലേ അത് ഒരു ഫുള്ള് റൗണ്ട് ചുറ്റാൻ 25 കിലോമീറ്റർ വേണത്ര. അതായത് രാത്രി 11 മണി മുതൽ പിറ്റേ ദിവസം രാവിലെ 7 മണി 8 മണി വരെ ഇവര് കണ്ടിന്യൂസ് നടന്നു. ഫുൾ നടന്ന് ഒരു റൗണ്ട് ചുറ്റി. അത് കഴിഞ്ഞ് പെണ്ണിന്റെ തലേദിവസം ഒരു മീറ്റിംഗ് ഒക്കെ ഉണ്ടായി. അവിടെ വെച്ചിട്ട് എല്ലാവരും വിളിച്ചിട്ട് അപ്പോൾ ഓരോരുത്തരും അവരവരുടെ അനുഭവങ്ങൾ പറയണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ ആരും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതുവരെയ്ക്കും ഞങ്ങൾ ഇറക്കാറിൽ
80 വയസ്സ് വരെയുള്ള ആൾക്കാരെ ഉണ്ടായിട്ടുള്ളൂ. ഇത്രയും വയസ്സായിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ വർഷിപ്പ്. ആ അമ്മമ്മയാണ് റെക്കോർഡ് തകർത്ത്. അമ്മമ്മക്ക് ഗിന്നസിൽ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തൊക്കെ അല്ലേ? അതേമാതിരി ഇവിടെ കയറിയതും അതെ കേട്ടോ. എന്താ ആ സ്റ്റെപ്പ് അത് കണ്ടു, സ്റ്റാറ്റസ് കണ്ടു. പക്ഷെ അങ്ങോട്ട് മേപ്പോട്ട് കയറിയപ്പോഴേക്കും ചൂണ്ടൊക്കെ അങ്ങോട്ട് വരണ്ടിട്ട് ഒരു ജാതി ഇതാകും. അതും കയറി ഇവര് 12 ദിവസം. ഞാൻ 25 കിലോമീറ്റർ ആണ് അല്ലെങ്കിൽ നമുക്ക് തന്നെ 5 കിലോ അമ്പലത്തിലേക്ക് പോയി അങ്ങോട്ട് പോരുമ്പോഴേക്ക് നടക്കാൻ വയ്യാണ്ട് ഞാൻ തന്നെ വിചാരിച്ചില്ല ഇത്രയും ഞാൻ നടക്കുന്നത്. എന്തോ ദൈവത്തിന്റെ ശക്തിക്ക് അങ്ങനെ. ശങ്കരൻ ഇങ്ങനെ കയ്യും പിടിച്ചുകൊണ്ട് എന്നെ കൊണ്ടുവന്നിരിക്കുന്നു. വേദി കുറെ നേരം പിടിക്കും, അത് കഴിഞ്ഞാൽ ശങ്കരൻ വന്ന് മാറ്റി പിടിക്കും. അങ്ങനെ നടക്കും. ശങ്കരൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ ഇവിടെ കൊണ്ടുപോയ ആളായിരുന്നു, ഒപ്പമുള്ളത് ആചാര്യനായിരുന്നു. അപ്പൊ അവര് നന്നായി നോക്കി, അതുകൊണ്ടാണ്. എന്നെ നീ നോക്കുന്ന പോലെ അത്രയും ഇതായിട്ട് ആ കുട്ടി എന്നെ പിടിച്ചിങ്ങോട്ട് നടന്നു. എത്ര കുറെ നേരം നടക്കുമ്പോഴേക്ക് ബേബി ഒന്ന് മാറ്റി പിടിക്കും. അതാ അവരൊക്കെ ആചാര്യനൊക്കെ അവരൊക്കെ ഉണ്ടായിരുന്നോണ്ടാണ് അമ്മമ്മ പോയത് ആക്ച്വലി. എന്തായാലും ഒരു ഇത്തിരി കൂടെ നടക്കുമ്പോ നമുക്ക് അധികം യാത്ര ചെയ്യാൻ വയ്യാന്ന് പറഞ്ഞ ആള് 2 ദിവസം ഡൽഹി ട്രെയിനിൽ പോയി. അവിടെ 12 ദിവസം നിന്ന് 25 കിലോമീറ്റർ വെച്ചിട്ട് ദിവസം നടന്ന് അല്ലേ തിരിച്ച്. അല്ല അതാണ് ഏറ്റവും രസം. അമ്മമ്മക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും പുറത്തേക്ക് പോയി കഴിഞ്ഞാല് വയ്യ, യാത്ര ചെയ്യാൻ വയ്യ. പക്ഷെ അമ്മമ്മ കാശി പോയി, വൃന്ദാവൻ പോയി, അജന്ത എല്ലോറ പോയി. ആലോചിക്കുക, അന്ന് അജന്ത എല്ലോറ 10 മണിക്കൂർ അതും ട്രാവൽ ചെയ്ത് പോയി. അമ്മമ്മ ചെറിയ ചെറിയ പരിപാടികളൊക്കെയാണ് അമ്മമ്മയ്ക്ക് താല്പര്യമില്ലാത്തത്. അപ്പൊ തലകറങ്ങുന്നു വണ്ടിയിൽ പോകുമ്പോ. കുറച്ച് ലോങ് മിനിമം ഒരു 10 മണിക്കൂർ യാത്ര ചെയ്യണമെന്ന്, അപ്പോഴാണ് അമ്മമ്മയ്ക്ക് താല്പര്യം. വിശ്വസിക്കാൻ പറ്റില്ല. എന്നിട്ട് വേണ്ടേ ഇത്രയും ഞാൻ നടന്നു എന്നുള്ളത്. നടന്നിട്ട് ഇങ്ങോട്ട് വയ്യാണ്ട് കൂണുങ്ങടായിരുന്നു അറിയണ്ട. ബേബി കാണുന്നവർക്കൊക്കെ അങ്ങനെ തോന്നിയായിരുന്നു അറിയാം. പക്ഷെ വന്ന സമയത്ത് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഇപ്പൊ ശരിയായി. ആ സമയത്ത് ഭയങ്കര ക്ഷീണം തോന്നിയിരുന്നു. പിന്നെ അതുകൊണ്ട് കിടന്ന് 1 മൈൽ ദൂരം ഞാൻ നടന്നിട്ടില്ല ഈ അടുത്ത കാലത്തൊന്നും. ഇവിടുന്ന് അമ്പലത്തിലേക്ക് പോയി തിരിച്ചിങ്ങോട്ട് വരുമ്പോഴേക്ക് നടന്നാൽ നീങ്ങാതെയാവും. അവിടുന്ന് ഇങ്ങോട്ട് ഒരു കയറ്റാ തോന്നിയിട്ട് അങ്ങനെയുള്ള ഞാൻ നടന്നു എന്ന് പറയുമ്പോൾ നടന്നാൽ മതി പറഞ്ഞു ഞാൻ. അപ്പം ഇവരൊക്കെയും കൂടെ നടന്നു. കുറെ ആൾക്കാർ വണ്ടിക്ക് പോയി. കൂടെ പോയവര് കിടക്കരുത്. എവിടെ അമ്മോട് ചോദിച്ചറിയാം. അമ്മയ്ക്ക് നടക്കാൻ വയ്യായിരുന്നു, പിന്നെ ചെറിയമ്മയ്ക്കും അതെ, ആർക്കും നടക്കാൻ വയ്യ. അമ്മായി ആർക്കും വയ്യ, എല്ലാവർക്കും. എല്ലാവരും നടന്നു. 5000 കൊല്ലം മുമ്പേ ശ്രീകൃഷ്ണൻ ആ കടമ്പവൃക്ഷത്തിന്റെ മുകളിൽ നിന്ന് കാളിയനെ അവിടെ പറഞ്ഞേക്കാൻ വേണ്ടി ആ കാളിയന്റെ പണത്തുമ്പിലേക്ക് ചാടി എന്ന് പറയുന്ന വൃക്ഷമാണ് ഇന്നും അവിടെ നിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അത് കുറെ ഭാഗം ഉണങ്ങിയിരിക്കുന്നു. ആ ഉണങ്ങിയതിന്റെ ചുവട്ടിൽ അവര് മുറിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടി സിന്തോണ്ട് പടുത്ത് തൂണ് പോലെ ഉണ്ടാക്കിയിട്ട് ഇപ്പം അത് പൊടിച്ചുണ്ടായിരിക്കുക. അല്ലാത്ത ഭാഗത്തൊക്കെയും പൊടിപ്പുണ്ട് കേട്ടോ. അങ്ങനെ അതിന് വലിയ തറയൊക്കെ കെട്ടിയിട്ട് അതുമാതിരി ഇപ്പോൾ കാളിന്തി വഴി മാറി ഒഴുകിയതാണ് അത്ര കുറച്ച് ദൂരത്ത്. കഴിഞ്ഞെല്ലാം ആ നദി വെള്ളം വന്ന സമയത്ത് ഇതിൻ്റെ ഒപ്പം വന്നു പറയാം. അപ്പോൾ ഒരു ആചാര്യന്മാരൊക്കെ കണ്ടു പറയാം. ആ നദി നിങ്ങൾ കണ്ടോ? കാളിന്തി അതിലിറങ്ങിയിട്ട് കാലുമാവും അപ്പൊ അത് കറുത്ത കളറാ? അല്ല അല്ലേ, ഒന്നുമില്ല. അതിലാളുകൾ ബോട്ടിൽ ഇങ്ങനെ പോകുന്നുണ്ട്. ഞങ്ങൾ ബോട്ടിലൊന്നും പോയില്ല. ഇറങ്ങി വെള്ളമെടുത്ത് കാലുമാവും കഴുകി തലയിൽ തളിച്ചു. അല്ല അമ്മമ്മ പറഞ്ഞ അമ്മമ്മക്ക് കുറെ കാര്യങ്ങൾ ഓർമ്മയില്ല എന്നാ പറയണത്. എഴുതി വെച്ചിരിക്കണേ മുഴുവനായിട്ടില്ല. അത് അതെ ആ ഗ്രൂപ്പിൽ ഇങ്ങനെ അവര് പറഞ്ഞിരുന്നതേ മുഴുവനായിട്ടില്ല. 2 ദിവസത്തെ എഴുതിയിട്ടുള്ളൂ. അവിടെ ഇതുണ്ടായി. യാത്രാ വിവരണം നിങ്ങളൊക്കെ കൂടി കളിച്ചത് രാസലീല. രാസലീല. ഓ രാസലീല. രാസലീല ഇതറിയോ? ആൺകുട്ടികൾ വേഷം കെട്ടിയത് അറിയല്ലേ. പിന്നെ കണ്ടപ്പോഴാണ് പറയുന്നത് ആൺകുട്ടികളായിരുന്നു. 5-6 ആൺകുട്ടികളുടെ അവരൊക്കെയും കൂടെ ചാടി. കാരണം നമ്മളിങ്ങനെ കഥ കേൾക്കല്ലേ, എന്താ പറയാ, കൃഷ്ണന്റെ അച്ഛനെയും അമ്മേനെയും ഇതില് തടങ്കലില് പാർപ്പിച്ച് ജയില് അത് കാണും. പ്രസവിച്ച സ്ഥലം കാണാം. അവിടുന്ന് യമുനാ നദി കടത്തി കൊണ്ടുപോയ ആ ഒരു ഭാഗം കാണും. ഗോകുലത്തിൽ ചെന്ന് അവിടെ വളർന്നിട്ടുള്ള ആ ഒരു 3-3.5 വയസ്സ് വരെ വളർന്ന ആ ഒരു ഭാഗം കാണും. അങ്ങനെ ഒരു പൂതനാമോത്സവം നടന്ന സ്ഥലം, കംസവധം നടന്ന സ്ഥലം, രാസലീല നടന്ന സ്ഥലം, ഒരലില് കെട്ടിയിട്ടില്ലേ, ഒരലിപ്പോഴുണ്ട് പറയണല്ലേ. നേരത്തെ കഥകളൊക്കെ ഇങ്ങനെ നേരിട്ട് കാണുമ്പോഴേ അതൊരു വല്ലാത്ത 5000 കൊല്ലം കഴിഞ്ഞു. അമ്മമ്മ ഇരുന്നിങ്ങനെ അയവിറക്കുകയാണ് ചക്ക കഴിച്ചിട്ട് എന്ന് പറഞ്ഞ പോലെ. ആരോഗ്യമുള്ള കാലത്ത് എല്ലാവരും പോയി കാണണം. ആരോഗ്യമുള്ള കാലത്തല്ലേ, സമയത്ത് പോയി കാണും കുട്ടികൾ. അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും കുറച്ച് നടക്കാനും കാര്യങ്ങൾക്ക്. അവർക്ക് മാത്രല്ല എല്ലാവർക്കും വണ്ടിയിൽ കൊണ്ടുപോകില്ലേ. ഒരു ടൂറ്
പിക്നിക് മൂഡിൽ പോയാൽ ഒരാൾക്കും ഇഷ്ടാവില്ല. ഭക്തി മോഡല് കാരണം അല്ലെങ്കിൽ ആ വൃത്തി നോക്കുക വൃത്തിയില്ലാത്ത ആൾക്കാര് അത് ശരിയാ. അത് ഇതിലുള്ള ഒക്കെ എല്ലാവരും പറയും ആ ഒരു ഇവൻ കാശി പോയാലും ആ ഒരു ഫീലിൽ പോയാലാണ് അത് ആസ്വദിക്കാൻ പറ്റുള്ളത്. അതെ, കൃഷ്ണൻ ജനിച്ചു വളർന്ന മണ്ണ്, ആ ഭൂമിയിൽ നമുക്കൊന്ന് ചെല്ലാൻ പറ്റിയ, അവിടെ താമസിക്കാൻ പറ്റിയ, അത് അനുഭവിക്കാൻ പറ്റിയ, അത് വല്ലാത്തൊരു ആ ഒരു ഫീലിൽ പോയാൽ സ്വർഗാണ്. അല്ലാത്ത മൂടിൽ പോയാൽ എത്ര ദൂരം 12 ദിവസം ഫുള്ള് നടന്ന് 25 കിലോമീറ്റർ പറയുമ്പോ തന്നെ ഞങ്ങൾക്ക് ഒരു രാത്രി കൊണ്ടാണ് നടന്നത് 25 കിലോമീറ്റർ. ഒരു 8 മണിയൊക്കെ ആയിട്ടാ പോയത്. അപ്പൊ രാത്രി ഉറക്കവും ഉണ്ടായില്ല. ഓർക്കുണ്ടായില്ലേ? പക്ഷെ ഓർക്കാത്തതിന്റെ കേടും ഉണ്ടായിട്ടില്ല കേട്ടോ. അത് എന്തോ ഒരു ശക്തി, നമ്മളുടെ കഴിവല്ല. രാത്രി അങ്ങോട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ട് നടത്താൻ തുടങ്ങിയതാ. എന്നിട്ട് രാവിലെ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ അവിടെ എത്തിക്കണം. അപ്പോൾ അവിടെ എന്തോ ഒരു അമ്പലമുണ്ട്, അതൊന്നും എനിക്ക് ഓർമ്മയില്ല. നടക്കാൻ വയ്യാത്തവരൊക്കെ വണ്ടിയിൽ പോയിക്കൊള്ളുന്നു. അങ്ങനെ കുറേ ആൾക്കാർ പോയി. നടക്കുന്നവർ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെ കൂട്ടത്തിൽ 6 ആളുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ കുറേ ആൾക്കാർ അതുമാതിരി ഉണ്ടല്ലോ. അവിടെ തന്നെയുള്ള ആൾക്കാരാണ്. അങ്ങനെ പോകും. ഒരു ഷീറ്റ് ഒരു ഇത്രങ്ങില്ല, ഒരു 5 അടി വലുപ്പമുള്ള ഒരു ഷീറ്റ് ഇത്ര വീതിയിലുള്ളത്, അത് കൊണ്ടുപോകുക. അതാണ് എന്നിട്ട് അവിടെ കിടന്നിട്ട് നമസ്കരിച്ചിട്ട് അവിടുന്ന് നീട്ട് അടുത്തതിലേക്ക് ഇടും. അങ്ങനെ പോണ ആൾക്കാർ അവിടുത്തേരെ ഉണ്ട്. അവർ വേറെ കയ്യിലൊന്നുമില്ല. അപ്പോൾ അവർക്ക് എങ്ങനെ ഭക്ഷണം ഇതൊക്കെ അറിയാം. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരു പെണ്ണിനെയും കണ്ടു. ആ പെണ്ണുകൊണ്ട് അങ്ങനെ പോകുന്നു. അത് കമന്ന് നമസ്കരിക്കില്ല, അങ്ങനെ ചെരിഞ്ഞിട്ട് കിടക്കും. ആണുങ്ങളൊക്കെ ശരിക്കും കമന്ന് നമസ്കരിച്ചിട്ട് അവിടുന്ന് നീട്ട് അടുത്തതിലേക്ക് ഇടും. അവിടുന്ന് എത്ര ദൂരം ഉണ്ട് വെച്ചാൽ അങ്ങോട്ട് ഇട്ടിട്ട് പിന്നെ അങ്ങനെ എത്ര നേരം കഴിയില്ലേലും അവരവിടെ എത്താൻ. അതൊക്കൊരു അതിശയം തോന്നി കേട്ടോ. കയ്യിലൊന്നുമില്ല അവരുടെ അടുത്ത്. കേട്ട കഥകളൊക്കെ സത്യാണെന്ന് തോന്നുന്ന പോലല്ലേ? തീർച്ചയായിട്ടും. ഈ 5000 കൊല്ലം അതുമാതിരി ഏതാ സ്ഥലം, എന്താണ് അവിടെ ഒരു സ്ഥലത്ത് എന്തൊന്നും അറിയില്ലേ. അവിടെ ചെന്ന് നോക്കുമ്പോൾ രാധാറാണി പുളിമരം, ഒരു പുളിമരമാണ് അത്രേ, ആ കാലത്തുള്ള പുളിമരം. അതിപ്പോഴും അവിടെ നിർത്തിയിരിക്കുക. അതിൽ ചവിട്ടിയിട്ട് വീണുന്നോ എന്തോ പറഞ്ഞു. അപ്പം പറഞ്ഞ അത്ര പുളി പൂക്കാതെ കോട്ടയാരുണ്ട്. ആ ഭാഗത്ത് പുളിങ്ങണ്ടാവില്ല അത്രേ. ആ മരപ്പുഴും ഉണ്ട്. പുളിമരത്തിൽ ചവിട്ടിയിട്ട് രാധാറാണി വീണുന്നോ എന്തോ പറഞ്ഞു. അപ്പം അന്ന് പറഞ്ഞതാണ് അത്ര കൃഷ്ണൻ ഇവിടെ പുളി പൂക്കാതെ പോട്ടെ. പിന്നെ ഓരോരോ ഇതുകൾ കണ്ടാൽ അതിശയം തന്നെ. നല്ല സമയത്ത് പോയി കാണുങ്ങൾ. എല്ലാവരും പോയി കാണേണ്ടതാ. ഇത് വെറുതെ കഥ എഴുതി വെച്ചതല്ല, നിങ്ങൾ പോയി കാണുമ്പോഴല്ലേ അറിയുള്ളൂ. അല്ല അവിടെ രാത്രി ആരും നടക്കില്ല, അങ്ങനെയൊക്കെ കേൾക്കില്ല. രാത്രിയിലല്ലേ ഇപ്പൊ ഇയാളോടൊക്കെ നടക്കുന്നത്? അല്ല വേറെ എവിടെ ഇങ്ങനെ കേട്ട് ഗോപികമാരും കൃഷ്ണനും വരുന്ന സമയമാണെന്നൊക്കെ പറഞ്ഞാൽ അത് എവിടെയാ? അത് വൃന്ദാവനത്തിൽ തന്നെ അല്ലേ? അതൊരു സ്ഥലമുണ്ട്. അവിടെ അങ്ങനെ പോവാൻ പാടില്ല. ചുറ്റും ഇതായിട്ട് അടച്ചുറപ്പുള്ള ഒരു സ്ഥലമാണ്. അവിടെ രാത്രി കൃഷ്ണൻ അവിടെ വായിക്കുത്ര. കൃഷ്ണൻ അങ്ങോട്ട് പോയിട്ട് ഇവരെ ഗോപികമാർക്ക് ഒരു വിവരം കൊടുക്കണ്ടേ വിചാരിച്ചിട്ട് അക്രൂരിനെ പറഞ്ഞയച്ചു. അക്രൂരൻ വരുമ്പോ ഗോപികമാരെ എത്തി നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ആ സ്ഥലം അവിടെ ഇരുന്നിട്ട് എന്തൊക്കെയോ കുറേ പറഞ്ഞു തന്നു ശങ്കരൻ. അപ്പോഴേക്കും മറ്റൊരു വന്നു. എന്നിട്ട് അതൊക്കെ ശരിക്കും ഉണ്ടായ സംഭവങ്ങളും നടന്ന സ്ഥലങ്ങളുമാണ്. അതൊക്കെ കാണേണ്ടത് തന്നെയാണ്. കേട്ടിരിക്കാൻ നല്ല രസമല്ലേ സ്വപ്നം? പോണ്ടേ? പോണം, തീർച്ചയായിട്ടും പോയി കാണണം. നല്ല സമയത്ത് പോയി കാണും. വയ്യാതായിട്ട് പോണേക്കാട്ടിലും. പക്ഷെ നടക്കാൻ വയ്യാത്തവർക്ക് വണ്ടിയിൽ പോകേണ്ട ആൾക്കാരുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ നടക്കാറുണ്ട്. അപ്പം എൻ്റെ കൂടെ ഉള്ളവരൊക്കെ നടന്നു. അതുണ്ടായത് വയ്യാതെ ആകുമ്പോൾ എന്താ അത് ഭയങ്കര അതിശയം. അമ്മമ്മ നടന്നു കയറി എന്നുള്ളത് ഒക്കെ കണ്ടു. അങ്ങനെ അമ്മമ്മയുടെ വൃന്ദാവന യാത്രയുടെ അനുഭവങ്ങളൊക്കെ കേട്ടതിന് ശേഷം നമ്മളിതേ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പോഴേക്കും ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചോറ്, പഴമാങ്ങ കൂട്ടാൻ. ഇപ്പോൾ പഴം, അതായത് മാങ്ങയും ചക്കയും നല്ലോണം ഉള്ളത് കാരണം എന്നും മാങ്ങാക്കൂട്ടാനും ചക്കയും എന്തായാലും ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മളിത് ആ മീൻ വറുത്തത്. പിന്നെ നമ്മൾ 2 ദിവസം മുന്നേ എടപ്പാൾ പോയ സമയത്ത് കേക്ക് വാങ്ങിക്കൊടുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മക്കൾ ഇന്നാണ് അത് മുറിക്കാനുള്ള ഒരു സമയം കിട്ടിയിട്ട് നമ്മൾ നെസ്റ്റോ പോയിട്ടുണ്ടായിരുന്നു. അപ്പം നെസ്റ്റോന്ന് നല്ല അടിപൊളി കേക്കും സംഭവങ്ങളും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ മുറിച്ച് എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ മുറിച്ച് കഴിക്കാൻ കേട്ടോ. അപ്പോൾ അമ്മമ്മയുടെ വൃന്ദാവന യാത്രയുടെ എക്സ്പീരിയൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ആ ഷോർട്സ് ചെയ്തിട്ട സമയത്ത് വൃന്ദാവന യാത്രയുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എക്സ്ക്ലൂസീവായിട്ട് ആ ഒരു അനുഭവം കൂടെ ഒന്ന് ഇടാമെന്ന് വിചാരിച്ചിട്ട് ഇട്ടത് കേട്ടോ.
അപ്പം അമ്മമ്മ എന്തായാലും ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ നമ്മളിത് ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇതെല്ലാവരും 2 കൂളറൊക്കെ വെച്ചിട്ടും ഒരു രക്ഷയില്ല. അത്ര ചൂടാണ് കേട്ടോ ഇവിടെ. എന്താ വെച്ചാൽ ചൂട് കൂടുതലാണ്. ഓടിൻ്റെ ചൂടും ഈ നിലത്തിൻ്റെ ചൂടും എല്ലാം കൂടെ ആയിട്ട് ഭയങ്കര ചൂട് കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ രാത്രി ആകുമ്പോഴേക്കും ആ ഒരു തണുപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് എടുത്തപ്പോഴേക്കും ദേ അമ്മ നല്ല അടപ്രഥമൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് വീട്ടിലുണ്ടാക്കിയ അട കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള അടപ്രഥമനാണ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ച് ഒന്ന് സെറ്റ് ആയതിനു ശേഷം ഈവനിങ്ങിന് എല്ലാവരും കഴിക്കുക. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞാൽ കുറച്ച് ഉച്ചയ്ക്കും കഴിച്ച് ബാക്കി ഈവനിങ്ങിൽ ചായയുടെ സമയത്തും അടപ്രഥമനും ബേക്കറി എല്ലാം കൂടെ കഴിച്ചു. ഈ വാങ്ക് കൊടുക്കുമ്പോൾ വിളക്ക് കൊളുത്താൻ പറയുന്ന പരിപാടി എത്ര വീട്ടിലുണ്ട്. നമ്മുടെ ഏരിയയിലുള്ള ഒരു പ്രത്യേകതയാണ് കേട്ടോ. എത്ര സ്ഥലത്തുണ്ടെന്ന് എനിക്കറിയില്ല. വാങ്ക് കൊടുക്കുമ്പോഴാണ് അമ്മ ഇങ്ങനെ പറയുക, വാങ്ക് കൊടുത്തു എന്ന വിളക്ക് കൊളുത്തിക്കൂടെ ചോദിക്കും. അപ്പം അതാണ് നമ്മുടെ നാട്ടിലെ റിയൽ കേരള സ്റ്റോറി. ഇതൊക്കെ ഇവിടെ പറയേണ്ടി വരുന്ന ഒരവസ്ഥ ആലോചിക്കുമ്പോഴാണ് സങ്കടം വരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇതൊന്നും പറയേണ്ട പോലും ആവശ്യമില്ലാത്തൊരു ഇതിലാണ് നമ്മൾ ജീവിച്ചിരുന്നത്, ഇപ്പോഴും ജീവിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇതുപോലത്തെ ചില സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നതുകൊണ്ട് നമ്മൾ അറിയാതെ മെൻഷൻ ചെയ്തു പോവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കേരള സ്റ്റോറി ഞാൻ കണ്ടിട്ടൊന്നുമില്ല. OTT വന്ന സമയത്ത് ഫസ്റ്റ് ഇത് 5 മിനിറ്റ് പോലും കണ്ടില്ല. സഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഓഫ് ചെയ്ത് പോയതാണ്. അപ്പോൾ എന്തായാലും ഇതാ വിളക്കൊക്കെ കൊളുത്തി വാങ്കൊക്കെ കൊടുത്ത് വിളക്ക് കൊളുത്തി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇതാ ഒരു അരമണിക്കൂർ നടക്കണം. അത്രയ്ക്ക് അടിച്ച് കയറ്റിയതാണ് ഉച്ചയ്ക്ക്. അപ്പോൾ രാത്രിക്കുള്ള തട്ടലിന് വേണ്ടിയിട്ട് ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് ദിവസം കൂടി ഉള്ളൂ, അത് കഴിഞ്ഞിട്ട് വേണം ബാക്ക് ടു ജിമ്മിലേക്ക് പോവാൻ. ഇപ്പോൾ സമയം 6:45. ദാമമ്മ വിളക്കൊക്കെ കൊളുത്തി നാമൊക്കെ ചെല്ലാനിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെറുതായിട്ടൊന്ന് നടന്നു. ഇനി നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മളൊരു ഡിന്നറിന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. മക്കളൊക്കെ ഡ്രസ്സ് ചെയ്യാനും റെഡിയാവാനൊക്കെ പോയിക്കുകയാണ്. നമ്മൾ ആദ്യം ഉച്ചയ്ക്കാണ് കേട്ടോ പ്ലാൻ ചെയ്തത്, പിന്നെ അത് നടന്നില്ല. പിന്നെ ഇപ്പോൾ വിചാരിച്ചെന്നാൽ ഡിന്നറാക്കാം. എവിടേക്കാണ് എന്താണെന്നൊന്നും പ്ലാൻ ചെയ്തില്ല, ഇങ്ങനെ അങ്ങോട്ട് പോവാം എവിടേക്കെങ്കിലും എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ പിള്ളേരൊക്കെ ഡ്രസ്സ് ചെയ്യാൻ പോയിക്കാൻ ഞാൻ വിചാരിച്ചു ഈ ഡ്രസ്സ് തന്നെ മതി. ഈ ഡ്രസ്സ് നല്ല ഡ്രസ്സല്ലേ, ഇതിൻ്റെ ദുപ്പട്ടിയും എല്ലാം കൂടെ. അപ്പം ഞാനിത് ടാഗ് ചെയ്യാം കേട്ടോ. ഈ ഒരു പ്രൊഡക്റ്റ് ഓൺലൈനിൽ നിന്ന് വാങ്ങിയത്. നല്ല കംഫർട്ടാണ്, നല്ല സുഖമുണ്ട് ഇടാൻ, കാണാനും നല്ല കളറാണ്. ചൂട് അമ്മമ്മയുടെ സ്വന്തം. കിടക്കുമ്പോൾ അവിടെ പോയി കിടക്കും, നാമം ചെല്ലുമ്പോൾ അതിൻ്റെ അടിയിലിരിക്കും, ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ വന്നിരിക്കും. ഭയങ്കര രസം. ആദ്യമൊക്കെ നമുക്ക് പേടി, പിന്നെ തോന്നുന്നു ഒരു പാവ എന്തൊരു അമ്മമ്മയുടെ സ്വന്തം പൂച്ചയാണ് അല്ലേ. രണ്ടുപേരും കൂടി ഇടയ്ക്ക് തല്ലുവിടുകയാണ്, ഈ പൊയ്ക്ക അവിടെ നിന്നൊക്കെ പറഞ്ഞിട്ട്. നല്ല രസമാണ്. അപ്പം ഇവിടെ വേറെയും 3 ഉണ്ട്. അപ്പം അമ്മ പറയും ഈ ബാക്കിയുള്ള പൂച്ച വന്നു കഴിഞ്ഞാൽ അതിന് ഭക്ഷണം കൊടുത്താൽ തെറ്റിപ്പൂത്ര ഇവിടുന്ന് ഒരു സാധനം കഴിക്കില്ല. അപ്പം അതിൻ്റെ ബുദ്ധി നോക്കിയൊക്കെ വേറെ ഏതെങ്കിലും പൂച്ച വന്ന് എന്തെങ്കിലും കഴിച്ചാൽ പിന്നെ തെറ്റിപ്പോകുന്നു, പിന്നെ അന്നത്തെ ദിവസം ഒന്നും കഴിക്കില്ല. അപ്പോൾ അതാണ് ഇവിടുത്തെ പൂച്ച വിശേഷം. പൂച്ച സാർ. യെസ്, പൂച്ച സാർ. അതന്നെ. ചൂട് ഭയങ്കര ചൂടാട്ടോ, ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. ഹീറ്റ് വേവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണെന്ന് പറയില്ലേ, അങ്ങനെ ഒരു തരി ഇല പോലും അനങ്ങണില്ല എന്ന് പറയാം, അത്ര ചൂട്. ബോംബെയിൽ അതൊക്കെ തന്നെയാവും, പക്ഷെ എന്നാലും ഭയങ്കര ചൂടാട്ടോ. യെസ്, അപ്പോൾ പോയി റെഡി ആവട്ടെ അല്ലേ. ഞാൻ പോയി റെഡി ആവാണ് രാത്രിക്കുള്ള നമ്മുടെ ഡിന്നർ പരിപാടി. ശ്രീ ഭഗവാനുവാച ജിതേന്ദ്രിയസ്യ യുക്തസ്യ ജിതശ്വാസസ്യ യോഗിനാമയി ധാരയതശ്ചൈദൗപദിഷ്ടന്തി സിദ്ധയാ ഉദ്ധവ ഉവാച കയാ ധാരണയാ കാസിൽ കഥം സിദ്ധിരച്യുത കതിവാ. അപ്പോൾ ഡിന്നർ കഴിക്കാൻ ഇതേ നമ്മൾ പോവാണ് കേട്ടോ. അമ്മമ്മ ആദ്യമേ പറഞ്ഞു വരില്ല എന്ന്. അമ്മമ്മ അങ്ങനെ ഹോട്ടലിൽ നിന്ന് ഫുഡൊന്നും കഴിക്കാറില്ല കേട്ടോ. അപ്പോൾ വരുന്നില്ല. അച്ഛൻ പിന്നെ ഒരിക്കലും വരില്ല. അച്ഛൻ മുംബൈയിൽ വരുമ്പോൾ മാത്രമാണ് ഫുഡ് ഹോട്ടലിൽ നിന്ന് കഴിക്കുള്ളൂ. നാട്ടിൽ അച്ഛൻ എവിടെ നിന്നും ഭക്ഷണം കഴിക്കില്ല, വീട്ടിലെത്തിയിട്ടാണ് ഭക്ഷണം കഴിക്കില്ല. രാവിലെ പോവുകയാണെങ്കിൽ അച്ഛൻ രാത്രി വന്നിട്ടാണ് ഭക്ഷണം. അപ്പോൾ അച്ഛനും അമ്മമ്മയൊന്നുമില്ല. അപ്പോൾ അമ്മയും വരുന്നില്ല എന്ന് പറഞ്ഞു. കാരണം ഇവർക്കൊന്നും അങ്ങനെ ഹോട്ടൽ ഫുഡ് അങ്ങനെ താല്പര്യമില്ല. അപ്പോൾ അമ്മേനെ നിർബന്ധിച്ച് നമ്മൾ കൊണ്ടുപോകണം. അമ്മയും കാര്യമായിട്ടൊന്നും കഴിക്കൊന്നുമില്ല കേട്ടോ. പക്ഷെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഇത്. മിത്തും ഋതും ഏകദേശം
ഒരേപോലത്തെ അല്ല, ഏകദേശം അല്ല, ഓൾമോസ്റ്റ് സെയിം ഡ്രസ്സ് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. രണ്ട് സ്ഥലത്തു നിന്ന് വാങ്ങിച്ചതാണ്. അങ്ങനെ ഞങ്ങൾ എവിടേക്കാണ് പോകാമെന്നൊരു ഐഡിയ ഇല്ല. ആദ്യം ഞാൻ എടപ്പാൾ കാലിക്കറ്റ് നോട്ട്ബുക്കാണ് പറഞ്ഞു, പക്ഷേ രാത്രി ഒരുപാട് വൈകിപ്പോയി. ഉച്ചക്കലത്തെ പ്ലാനല്ലേ, അപ്പോൾ അത് ഇതായതുകൊണ്ട് നമ്മുടെ എടപ്പാൾ പോലെ നടക്കുന്നില്ലേ. എൻ്റെ ഫേവറേറ്റ് ആട്ടോ എടപ്പാൾ കാലിക്കറ്റ് നോട്ട്ബുക്ക്. അപ്പോൾ നമുക്ക് തലക്കശ്ശേരിയിൽ നിന്നാണെങ്കിലും അടുത്താണ്. അപ്പോൾ വളാഞ്ചേരി നിന്നാണെങ്കിൽ കുറച്ച് ദൂരം പോകണ്ടേ. അപ്പോൾ അങ്ങനെ വളാഞ്ചേരി എവിടെയാണ് ഒരു നല്ലതുള്ളതെന്നങ്ങനെ അന്വേഷിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയ സ്ഥലത്ത് ഒരു ഹോട്ടലുണ്ടായിരുന്നു കാവുംപുറം ഭാഗത്ത്. അപ്പോൾ അവിടെ പോകാൻ നോക്കിയപ്പോൾ അവിടെ ഇല്ല. അങ്ങനെ ഞങ്ങൾ അവസാനം വലിയ കുന്നുള്ള ടോപ്പ് ചിക്കനിലേക്ക് തന്നെ വന്നു. കാരണം കുട്ടികൾക്കൊക്കെ അത് മതി എന്ന് പറഞ്ഞു. മന്തി നാട്ടിൽ വന്നിട്ട് 2-3 പ്രാവശ്യം മന്തി കഴിച്ചു കേട്ടോ. മന്തി ഫാനൊന്നല്ല, എനിക്ക് ബിരിയാണിയാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്. പക്ഷേ എന്നാലും മന്തി എനിക്ക് ഇഷ്ടമാണ്, അതിൻ്റെ റൈസ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഫ്രൈഡ് റൈസ്, പനീർ ബട്ടർ മസാല. അമ്മ വെജാണല്ലോ, അപ്പോൾ അമ്മയ്ക്ക് നാനും പനീർ ബട്ടറും, പിന്നെ നമുക്കും നാന്, പിന്നെ ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞത്. എനിക്ക് ബട്ടർ നാനൊക്കെ മുംബൈയിലാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ എന്തായാലും ഇവിടുന്ന് ഒരിക്കലും നോർത്ത് ഇന്ത്യൻ ഫുഡുകൾ പ്രിഫർ ചെയ്യാറില്ല. അപ്പോൾ പനീറൊന്നും എനിക്ക് ഇവിടത്തേക്കാളും ഇഷ്ടം മുംബൈയിലാണ്. അപ്പോൾ ഞാൻ എപ്പോഴും നാട്ടിൽ വരുമ്പോൾ എനിക്ക് ഞാനൊരു ബിരിയാണി ഫാനാണ്. ഈവൻ മന്തി എനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പോൾ നാട്ടിൽ വരുമ്പോഴാണ് കൂടുതൽ അങ്ങനത്തെ. അത് നാടൻ ഞാൻ എപ്പോഴും പറയാറില്ല, മുംബൈയിൽ എനിക്ക് അങ്ങനത്തെ ബിരിയാണി കിട്ടുകയില്ല. അതുകൊണ്ട് ഞാൻ ആ ഒരു ഇതൊരിക്കലും മിസ് ചെയ്യാറില്ല, നാട്ടിലത്തെ ബിരിയാണി എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോ ഞാൻ തൽക്കാലം ഇവിടെ നിർത്താണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി ബാക്കി കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് വേറെ ദിവസം കാണാം കേട്ടോ. ബൈ.